ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ പൾസർ 220 NSൻ്റെ ടയർ ഹഗ്ഗർ സെറ്റ് ചെയ്യുന്നതിൻ്റെയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വണ്ടിയിലേക്ക് ടയർ ഹഗ്ഗർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇതുപോലൊരു പട്ട നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 2 ഹോളിൻ്റെ അളവിൽ ആ പട്ടയെ നമ്മൾ അത് മാർക്ക് ചെയ്തെടുക്കണം. ഈ ടയർ ഹഗ്ഗറിൻ്റെ ഹോള് നമ്മൾ ഈ പട്ടയിലേക്ക് മാർക്ക് ചെയ്യാൻ ഇതുപോലെ ഹഗ്ഗറിൻ്റെ അടിയിലേക്ക് ആ പട്ട വെച്ചിട്ട് എന്തെങ്കിലും ഒരു മുനയുള്ള സംഭവം വെച്ച് അത് മാർക്ക് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ഈ 2 സൈഡിലാണ് നമുക്ക് മാർക്കിങ് ആയേക്കുന്നത്. നമുക്ക് ആ മാർക്ക് ചെയ്ത പോർഷൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വേണ്ട, ഏകദേശം അത്ര അളവ് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പീസ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇവിടെ തന്നെ രണ്ടുമാണ് നമ്മൾ ഹോൾ ഇടുന്നത്. ആദ്യം തന്നെ നമ്മൾ ഏകദേശം സിങ്ങാമിൻ്റെ ഈ ഒരു പൊസിഷനിൽ വെച്ചാണ് നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് വെൽഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പട്ടയിൽ മാർക്ക് ചെയ്തെടുക്കുന്ന 2 ഹോൾ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ പിന്നെ വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ 2 ഹോളോടെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹോളിഡിലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ടയർ ഹഗ്ഗറിലേക്ക് നട്ട് ബോൾട്ട് ഇട്ടൊന്ന് ഇത് ടൈറ്റ് ചെയ്ത് വെക്കണം. ടയർ ഹഗ്ഗർ വെച്ചാണ് നമ്മളത് വെൽഡ് ചെയ്യാൻ പോണത്. എന്നാലേ നമുക്കത് കറക്റ്റ് ഒരു പൊസിഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ പട്ട നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സിങ്ങാമ വെച്ച് വെൽഡ് ചെയ്യാനാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ടയർ ഹഗ്ഗർ ഇരിക്കുമ്പോഴത്തേനും ചെരിഞ്ഞ് പോകും. നമ്മൾ ടയർ ഹഗ്ഗറിൻ്റെ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കിയപ്പോൾ ഏകദേശം ഈ ഒരു ആംഗിളിലാണ് ആ പട്ട വരുന്നത്. അപ്പോൾ ടയർ ഹഗ്ഗർ വെച്ച് ഇത് വെൽഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യണം ആ പട്ടയുടെ കറക്റ്റ് ഒരു പൊസിഷൻ, ഫ്രണ്ടും ബാക്കി ഏകദേശം എവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ ഹഗ്ഗർ ഊരിയിട്ട് ആ അളവിൽ വെച്ചൊന്ന് സ്പോട്ട് ചെയ്ത് വെൽഡ് ചെയ്തെടുത്താലും മതി. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെൽഡിങ്ങും കേസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ടയർ ഹഗ്ഗർ മുറുക്കി വെക്കാൻ പോകണം. നമ്മളതിന് യൂസ് ചെയ്യുന്നത് 13 നട്ട് ബോൾട്ടാണ്. അതുപോലെ ഒരു പ്ലേറ്റ് വാഷറൊക്കെ വെച്ച് യൂസ് ചെയ്യുവാണെങ്കിൽ അത് ടൈറ്റ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കറക്റ്റായിട്ട് ഇരുന്നോളൂ. അപ്പോൾ നമ്മുടെ ടയർ ഹഗ്ഗർ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള കേസുള്ളൂ. ഇതിന് തന്നെ പ്രത്യേകിച്ച് വർക്ക്ഷോപ്പിലൊന്നും പോകേണ്ട കേസില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയിൽ നമുക്ക്